ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസ്കോ ജുവലേഴ്സ്. പാചകവാതക വിലവർദ്ധനവിൽ വ്യാപക പ്രതിഷേധം. പുതുവർഷ ദിനത്തിൽ ഉപഭോക്താക്കൾക്ക് ഇരുട്ടടി. വിലവർദ്ധനയ്ക്കെതിരെ തൃശൂരിൽ പ്രതിഷേധ പ്രകടനം. ഓടുന്ന ട്രെയിനിൽ ചാടിക്കയറുന്നതിനിടെ കാൽ വഴുതി വീണ റെയിൽവേ ജീവനക്കാരൻ മരിച്ചു. ചാലക്കുടി നാലുകെട്ട് സ്വദേശി ശിവദാസനാണ് മരിച്ചത്. ചാലക്കുടിയിലുള്ള ബന്ധുവീട്ടിലേക്ക് ഭാര്യയോടൊപ്പം പോകുമ്പോഴായിരുന്നു അപകടം. ഊട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ പിഞ്ചുകുഞ്ഞ് മരിച്ചു. കാഞ്ഞിരശ്ശേരി മഞ്ജുനാഥന്റെ മകൻ പ്രണവാണ് മരിച്ചത്. സംഭവത്തെക്കുറിച്ച് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. കൊരട്ടി കോനൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ദുരൂഹ സാഹചര്യത്തിൽ വെട്ടേറ്റ് മരിച്ചു. കൊരട്ടി സ്വദേശി ആൻഡ്രൂസാണ് വെട്ടേറ്റ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ കസ്റ്റഡിയിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പുതുവർഷ ദിനത്തിൽ ഇടിവെട്ടേറ്റ അവസ്ഥയിലാണ് വീട്ടമ്മമാർ. പാചകവാതക വിലവർദ്ധനവ് സംബന്ധിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കുമ്പോഴും വേവുന്ന മനസ്സുമായാണ് വീട്ടമ്മമാരും പാചകവാതക ഉപഭോക്താക്കളും 2014 വരവേൽക്കുന്നത്. ഗ്യാസ് വില വർദ്ധിച്ചെന്നും ഇല്ലെന്നുമുള്ള ആശയക്കുഴപ്പവും ആധാറുമായി ബന്ധിപ്പിക്കാത്തവർക്ക് സബ്സിഡി ലഭിക്കില്ലെന്നും 2 മാസത്തെ സമയപരിധിയുണ്ടെന്നുമുള്ള വാർത്തകളുമെല്ലാം സാധാരണക്കാരനെ ആശങ്കയിലാഴ്ത്തുകയാണ്. ആധാർ കാർഡുമായി ഗ്യാസ് കണക്ഷൻ ബന്ധപ്പെടുത്താത്തവർക്ക് സബ്സിഡി ലഭിക്കില്ലെന്ന ഉത്തരവ് ഗ്യാസ് ഏജൻസികൾ നടപ്പാക്കി തുടങ്ങി. ഇതിനിടയിലാണ് ഗാർഹിക ഗ്യാസ് സിലിണ്ടറിന് 230 രൂപയും വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഗ്യാസ് സിലിണ്ടറിന് 355 രൂപയും വർദ്ധിപ്പിച്ച പ്രഖ്യാപനമുണ്ടായത്. ജില്ലയിൽ 7,11,435 ഗ്യാസ് കണക്ഷനുകളാണുള്ളത്. ഇതിൽ 4,13,000 പേർ മാത്രമാണ് ഗ്യാസ് കണക്ഷൻ ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. ഗ്യാസ് കണക്ഷനുള്ള 42% പേരും ജില്ലയിൽ ആധാറുമായി കണക്ഷൻ ബന്ധപ്പെടുത്തിയിട്ടില്ല. ഇവർക്ക് സബ്സിഡി ലഭിക്കില്ലെന്നതാണ് നിലവിലെ വ്യവസ്ഥ. സബ്സിഡി ലഭിക്കാത്തവർ കൂടിയ വിലയുൾപ്പെടെ 1,294 രൂപ സിലിണ്ടറിനായി നൽകേണ്ടി വരും. വാണിജ്യ സിലിണ്ടറുകൾക്ക് 2,184 രൂപ നൽകണം. സാധാരണക്കാരായ വീട്ടമ്മമാരുടെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കുന്ന നടപടിയാണിതെന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് നല്ല പ്രശ്നമല്ല, എല്ലാ സാധനങ്ങൾക്കും വില കൂടിയില്ലേ. അപ്പോൾ ഗ്യാസിനും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ജീവിക്കും. 2-3 മാസം ഇടവിട്ട് കൂടിക്കൊണ്ടിരിക്കുക. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾക്ക് ജീവിക്കാൻ തന്നെ വിഷമാണ്. കൂലിയും കുറവ്, ഈ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. ഗ്യാസ് വില വർധനവിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകണമെങ്കിൽ ഭക്ഷണശാലകൾ നടത്തി ഉപജീവനം നടത്തുന്ന കുടുംബശ്രീ യൂണിറ്റുകളുടെ അടുക്കളയിലെത്തിയാൽ മതി. ദിനംപ്രതി ഗ്യാസിന് 400 രൂപയോളം അധികമായി നൽകേണ്ടി വന്നാൽ സ്ഥാപനം അടച്ചുപൂട്ടേണ്ട അവസ്ഥ വരുമെന്നാണ് ഇവരുടെ സങ്കടം. ഗ്യാസിന് ഇത്ര പെട്ടെന്ന് വില കൂടിയ കാരണം ദിവസങ്ങളുടെ കാര്യങ്ങൾ കഴിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. കച്ചവടം നടത്തണോ വേണ്ടെന്നുള്ളതായി ഇപ്പം ഞങ്ങളുടെ മനസ്സ്. ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഡെയിലി 1000 രൂപ വാടക കൊടുക്കണം. ഇപ്പം ഇന്ന് ഗ്യാസുകാരൻ വിളിച്ചപ്പോൾ പറഞ്ഞു 2,190 രൂപയാണ് ഗ്യാസിന്. പുതുവർഷം നന്നാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചത്. ഇന്ന് 1-ാം തീയതി തന്നെ ഞങ്ങൾക്ക് മോശമാണ്. വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഈ ഗ്യാസിന് വില കൂടുന്നതിനനുസരിച്ച് മറ്റു സാധനങ്ങളുടെയും വില കൂടുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ തൊഴിൽ വേണ്ടെന്ന് വയ്ക്കില്ല. മിതമായ നിലയ്ക്ക് ഭക്ഷണം പാകം ചെയ്ത് നൽകുന്ന വീട്ടമ്മമാർ നടത്തുന്ന ഇത്തരം 100 കണക്കിന് ക്യാൻറ്റീനുകളാണ് ജില്ലയിലുള്ളത്. മിക്ക യൂണിറ്റിലും 8-10 പേർ പ്രവർത്തിക്കുന്നുണ്ട്. തുച്ഛമായ വരുമാനം കൊണ്ട് ഉപജീവനം നടത്തുന്നവരുടെ കുടുംബം വഴിയാധാരമാക്കുന്ന ദുരനുഭവമാണ് ഗ്യാസ് വിലവർദ്ധനവ് ഇവർക്ക് സമ്മാനിക്കുക. നീറുന്ന ജീവിത പ്രശ്നങ്ങൾക്കൊപ്പം വിലക്കയറ്റത്തിന്റെ അമിതഭാരം സാധാരണക്കാരുടെ കുടുംബങ്ങളുടെ നട്ടെല്ല് തകർക്കുമെന്ന അവസ്ഥയാണ് പുതുവർഷത്തിന്റെ കറുത്ത യാഥാർത്ഥ്യമായി മുന്നിലുള്ളത്. TCV ന്യൂസ്, തൃശൂർ. പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് CPMന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CMS സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. പാചകവാതക സബ്സിഡിക്ക് ആധാർ നിർബന്ധമാക്കുന്നത് 2 മാസം കൂടി നീട്ടിക്കൊണ്ട് ഉത്തരവായതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. കേരളത്തിന്റെ ആവശ്യം പെട്രോളിയം മന്ത്രാലയം അംഗീകരിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ഇക്കാര്യം സംബന്ധിച്ച് പെട്രോളിയം മന്ത്രാലയം അധികൃതർ സ്ഥിരീകരണം നൽകിയിട്ടില്ല.
ഗാർഹിക ഉപയോഗത്തിനുള്ള സിലിണ്ടറിന് വില കൂട്ടിയിട്ടില്ലെന്ന് പെട്രോളിയം മന്ത്രി അറിയിച്ചുവെന്നും വില കൂട്ടുകയാണെങ്കിൽ അധിക നികുതി ഒഴിവാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതേസമയം വിലയിലെ അവ്യക്തത മൂലം സംസ്ഥാനത്ത് ബുധനാഴ്ച പാചകവാതക വിതരണം തടസ്സപ്പെട്ടു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും അപകട മരണം. ഓടുന്ന ട്രെയിനിൽ ചാടിക്കയറുന്നതിനിടെ കാൽ വഴുതി വീണ റെയിൽവേ ജീവനക്കാരൻ മരിച്ചു. റെയിൽവേ സേലം ഡിവിഷനിലെ കാറ്ററിംഗ് ഇൻസ്പെക്ടർ ചാലക്കുടി നാലുകെട്ട് സ്വദേശി പുതിയടത്ത് വീട്ടിൽ 58 വയസ്സുള്ള ശിവദാസനാണ് മരിച്ചത്. ചാലക്കുടിയിലുള്ള ബന്ധുവീട്ടിലേക്ക് കല്യാണത്തിന് ഭാര്യയോടൊപ്പം ചെന്നൈ ആലപ്പി എക്സ്പ്രസിൽ വരുന്നതിനിടെയാണ് സംഭവം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയിട്ട സമയത്ത് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി ചായ വാങ്ങി ട്രെയിനിലേക്ക് തിരിച്ചു കയറാൻ വരുന്നതിനിടെ ട്രെയിൻ മുന്നോട്ട് നീങ്ങിയതിനെ തുടർന്ന് ചാടിക്കയറുമ്പോഴായിരുന്നു അപകടം. ട്രെയിനിൻ്റെ ബോഗിയിൽ കുടുങ്ങിക്കിടന്ന ശിവദാസനെ ഏതാനും മിനിറ്റ് ട്രെയിൻ വലിച്ചു കൊണ്ടുപോയി. മറ്റ് യാത്രക്കാർ ബഹളം വെച്ചാണ് ട്രെയിൻ നിർത്തിച്ചത്. ഉടനെ ശിവദാസനെ വലിച്ചെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഭർത്താവിൻ്റെ ദേഹവിയോഗം അറിയാതെ യാത്ര തുടർന്ന ശിവദാസൻ്റെ ഭാര്യ ഉഷയെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് റെയിൽവേ പോലീസ് വിവരം അറിയിച്ചത്. സംഭവം അറിഞ്ഞ ഷോക്കിൽ ബോധരഹിതയായി വീണ ഉഷയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ പിഞ്ചു കുഞ്ഞ് മരിച്ചു. കാഞ്ഞിരശ്ശേരി ചെമ്പൻപടി മഞ്ഞുനാഥൻ്റെ മകൻ 1.5 വയസ്സുള്ള പ്രണവാണ് മരിച്ചത്. ജനനേന്ദ്രിയ ശസ്ത്രക്രിയയ്ക്കിടെ ബുധനാഴ്ച രാവിലെയാണ് മരിച്ചത്. ശസ്ത്രക്രിയയ്ക്കിടെ കുട്ടി ഛർദ്ദിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ശ്വാസനാളത്തിൽ ഛർദ്ദിച്ചത് കുടുങ്ങിയതിനെ തുടർന്ന് കുട്ടിയെ ഉടൻ തന്നെ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടറുടെ അനാസ്ഥയാണ് കുട്ടിയുടെ മരണത്തിന് കാരണമായതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് RDOയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അതേസമയം സംഭവത്തെക്കുറിച്ച് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. ഡെപ്യൂട്ടി DMOയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂവെന്ന് ഡെപ്യൂട്ടി DMO TCVയോട് പറഞ്ഞു. ഇടവേള. എങ്ങോട്ടാ മാഡം? കണ്ടോ, ഒരു കൊച്ചു യാത്രയ്ക്ക് പോലും വ്യക്തമായ ലക്ഷ്യം വേണം. അപ്പോ കുട്ടികളെ വളർത്തുന്നതിൽ വ്യക്തമായ ലക്ഷ്യം വേണ്ടേ? റൈറ്റ് പ്രൊപ്പോർഷനിൽ തന്നെ ആവണം കുട്ടികളുടെ വളർച്ച. B2B എന്നാൽ ഗ്രോ റൈറ്റ്, ഫ്രം ബ്രെയിൻ ടു ബോഡി. കുട്ടികൾക്ക് സ്വാദിന്റെ B2B ആട്ട തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. omega-3 ഫ്ലാക്സ് സീഡ്സ് ഉള്ള ഏക ആട്ടയാ ബ്രെയിൻ ടോണിക് തന്നെയായ omega-3 ഫ്ലാക്സ് സീഡ്സ്. ചപ്പാത്തി, കാട്ടി റോൾ, ആലു പറാത്ത, ഭൂരി, റോട്ടി, ഫുൽക്ക അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ B2B ആട്ട ഡെയിലി ഉള്ളിൽ ചെല്ലണം. ഫ്ലാക്സ് സീഡ്സിന്റെ ഗുണങ്ങൾ ചില്ലറയല്ല. നമ്പർ 1 ഫൈബർ റിച്ച് സർബത്തി വീറ്റും പ്രോട്ടീൻ റിച്ച് സ്പെഷ്യൽ ഗ്രെയിൻ മിക്സും ഒത്തൊരുമിക്കുന്നു സ്വാദ് B2B ആട്ടയിൽ. സ്വാദ് B2B ആട്ട. ഇന്നത്തെ പിള്ളേരുടെ ബുദ്ധിക്ക് മുമ്പ് പിടിച്ചേക്കാൻ പറ്റണ്ടേ? ഞാനും ഇപ്പൊ B2B ആട്ടയാ കഴിക്കുന്നത്. തൃശൂരിന് പൊന്നിഴപ്പാകിയ സുവർണ പാരമ്പര്യം, പരിശുദ്ധ സ്വർണവും മികച്ച സേവനവുമായി ചിരിയങ്കണ്ടത്ത് ജ്വല്ലറി, EMO റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കൊരട്ടി കോന്നൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ദുരൂഹ സാഹചര്യത്തിൽ വെട്ടേറ്റ് മരിച്ചു. കൊരട്ടി സ്വദേശി പുതുശ്ശേരി വീട്ടിൽ 53 വയസ്സുള്ള ആന്റണി എന്ന ആൻഡ്രൂസാണ് വെട്ടേറ്റ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് വാൽപ്പാറ സ്വദേശി കാസിലപ്പറമ്പിൽ മഹാദേവനെ കൊരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 മഹാദേവന്റെ കോന്നൂരിലുള്ള വീടിന്റെ പരിസരത്ത് വെച്ചായിരുന്നു സംഭവം. സംശയാസ്പദമായ സാഹചര്യത്തിൽ തന്റെ വീട്ടിലെത്തിയ ആന്റണിയെ വെട്ടുകയായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. ആന്റണി വന്ന ഓട്ടോറിക്ഷ സമീപത്ത് പാർക്ക് ചെയ്തിരുന്നു. കഴുത്തിനും തലയിലും വെട്ടേറ്റ ആന്റണിയെ നാട്ടുകാരാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തന്റെ ഭാര്യയെ ശല്യം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് നേരത്തെ മഹാദേവൻ ആന്റണിക്കെതിരെ കൊരട്ടി പോലീസിൽ പരാതി കൊടുത്തിരുന്നു. വീട്ടിലെത്തിയ ആന്റണി തന്നെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയതായും മഹാദേവൻ പോലീസിനോട് പറഞ്ഞു. CI VT ഷാജന്റെ നേതൃത്വത്തിൽ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി. ഗുരുവായൂർ കിഴക്കേ നടയിലെ റെയിൽവേ ഗേറ്റിനടുത്ത ട്രാക്കിൽ അജ്ഞാതനെ മരിച്ച നിലയിൽ കണ്ടെത്തി. 30 വയസ്സ് തോന്നിക്കുന്ന ഇയാൾ അന്യസംസ്ഥാന തൊഴിലാളിയാണെന്ന് കരുതുന്നതായി പോലീസ് പറഞ്ഞു. ഗുരുവായൂർ CI K സുദർശന്റെ നേതൃത്വത്തിൽ പോലീസെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പഴഞ്ഞിയിൽ കെട്ടിടത്തിൽ നിന്ന് വീണ് തൊഴിലാളി മരിച്ചു. കൊരട്ടിക്കര കോതംകണ്ടത്ത് 47 വയസ്സുള്ള വാസുദേവൻ എന്ന അനിയനാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ ഓട് മാറ്റുന്നതിനായി വീടിന് മുകളിൽ കയറിയപ്പോൾ കാൽ വഴുതി വീഴുകയായിരുന്നു. തുടർന്ന് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
+1 വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അരിമ്പൂർ കുഴിപ്പറമ്പിൽ പരേതനായ രാധാകൃഷ്ണന്റെ മകൻ 17 വയസ്സുള്ള അഖിലിനെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏറെനാൾ ചുരശ്ശേരി വിവേകാനന്ദ ആശ്രമത്തിൽ കഴിഞ്ഞിരുന്ന അഖിൽ മാസങ്ങൾക്ക് മുൻപാണ് ശബരിമല തീർത്ഥാടനത്തിന് പോകുന്നതിനായി മണലൂരിലെ വീട്ടിലേക്ക് താമസം മാറ്റിയത്. ചൊവ്വാഴ്ച വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് സംഭവമെന്ന് കരുതുന്നു. ചേർപ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് അഖിൽ. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം അജ്ഞാതനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അറിയിക്കേണ്ടതാണ്. തൃശൂർ കോലത്തുംപാടം റോഡിൽ വീണ്ടും വാഹനാപകടം. ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയ ജീപ്പ് നിയന്ത്രണം വിട്ട് പെട്ടി ഓട്ടോയിലിടിച്ച് ജീപ്പ് യാത്രക്കാരായ 3 പേർക്ക് നിസ്സാര പരിക്കേറ്റു. പരിക്കേറ്റവരെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രമേശ് ചെന്നിത്തല മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിലാണ് രമേശ് ചെന്നിത്തല സത്യപ്രതിജ്ഞ ചെയ്തത്. ഗവർണർ ആർ നിഖിൽ കുമാർ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് രമേശ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, സംസ്ഥാന മന്ത്രിസഭയിലെ മറ്റു അംഗങ്ങളും കോൺഗ്രസ് പ്രവർത്തകരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ 25 വർഷത്തിന് ശേഷമാണ് രമേശ് ചെന്നിത്തല 2ാം തവണ സംസ്ഥാന മന്ത്രിസഭയുടെ ഭാഗമാകുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ എന്നീ വകുപ്പുകളുടെ ചുമതല നൽകി. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വനം, ഗതാഗത വകുപ്പുകളുടെ ചുമതലയിലേക്ക് മാറ്റി. രമേശ് ചെന്നിത്തല മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ സന്തോഷം പങ്കുവച്ച് തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മധുര പലഹാരം വിതരണം നടത്തി. യൂത്ത് കോൺഗ്രസ് തൃശൂർ പാർലമെന്ററി പ്രസിഡന്റ് ഷിജു വെളിയത്തിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ മധുര പലഹാര വിതരണം നടത്തിയത്. കേരള അലുമിനിയം ഫാബ്രിക്കേറ്റേഴ്സ് സമിതി ജില്ലാ കമ്മിറ്റിയുടെ വാർഷികാഘോഷ സമ്മാന പദ്ധതി കൂപ്പൺ നറുക്കെടുപ്പ് വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി നിർവഹിച്ചു. തൃശൂരിൽ നടന്ന ചടങ്ങിൽ ഫാബ്രിക്കേറ്റേഴ്സ് സമിതി ജില്ലാ പ്രസിഡന്റ് ജോയ്സൺ പുതുക്കാട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM ലെനിൻ വിശിഷ്ടാതിഥിയായിരുന്നു. സമിതി ഏരിയ സെക്രട്ടറി ജോയ് പ്ലാശ്ശേരി, മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ജില്ലാ സെക്രട്ടറി KN മോഹനൻ, ഫാബ്രിക്കേറ്റേഴ്സ് ജില്ലാ സെക്രട്ടറി ബൈജു ചുള്ളിയിൽ, ജില്ലാ ട്രഷറർ ഷോബി പുറത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ ന്യൂനപക്ഷ മോർച്ച ജില്ലാ ഭാരവാഹികളെ BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ് നാമനിർദ്ദേശം ചെയ്തു. പ്രസിഡന്റായി ജോണി പൊന്തേക്കനെയും വൈസ് പ്രസിഡന്റായി ജോൺസൺ പാവറട്ടിയെയും ജനറൽ സെക്രട്ടറിയായി പെപ്പിൻ ജോർജിനെയുമാണ് നാമനിർദ്ദേശം ചെയ്തത്. ജില്ലയിൽ ന്യൂ ഇയർ ആഘോഷത്തോടനുബന്ധിച്ച് പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ മദ്യപിച്ചു വാഹനമോടിച്ച 147 പേർ പിടിയിലായി. തൃശൂർ റൂറൽ പരിധിയിൽ 128 പേരും തൃശൂർ സിറ്റി പരിധിയിൽ 19 പേരുമാണ് പിടിയിലായത്. സിറ്റി പോലീസ് കമ്മീഷണർ P. പ്രകാശ്, റൂറൽ SP അജീത ബീഗം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വാഹന പരിശോധന. മദ്യപിച്ചു വാഹനമോടിച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പ് ഗുണം ചെയ്തതായി പോലീസ് കണക്കാക്കുന്നു. അടാട്ട് ഉടലക്കാവ് ന്യൂ ഇയർ ആഘോഷ പരിപാടിക്കിടെ നടന്ന സംഘട്ടനത്തിൽ 9 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 2 പേർക്ക് കുത്തേറ്റിട്ടുണ്ട്. അടാട്ട് സ്വദേശികളായ രതീഷ്, ലെനിൻ, പ്രവീൺ, വിജേഷ്, സെബിൻ, ജിനേഷ്, വിഷ്ണു, രാകേഷ്, വിനീഷ്, വിനുക്കുട്ടൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ അമല ആശുപത്രിയിലും ജില്ലാ ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇവരിൽ വിജേഷ്, സെബിൻ എന്നിവർക്കാണ് കുത്തേറ്റിട്ടുള്ളത്. പാവറട്ടിയിൽ ബീവറേജ് ഷോപ്പിന് മുന്നിൽ ബഹളം വെച്ച യുവാവ് പോലീസിനെ ആക്രമിച്ചു. സംഭവത്തിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റു. ഇതുമായി ബന്ധപ്പെട്ട് തൈക്കാട് സ്വദേശി ചിരിയങ്കണ്ടത്ത് ബിജീഷിനെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. സെർവൻസ് ഓഫ് ഗോഡ് സംഘടനയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർധനരായ രോഗികൾക്ക് വീൽ ചെയർ, 3 വീലർ സൈക്കിൾ, മോട്ടോർ സൈക്കിൾ എന്നിവ വിതരണം ചെയ്തു. ജില്ലാ ജനറൽ ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ PC ചാക്കോ MP വിതരണോദ്ഘാടനം നിർവഹിച്ചു. സെർവൻസ് ഓഫ് ഗോഡ് പ്രസിഡന്റ് NK ജോസ് അധ്യക്ഷത വഹിച്ചു. താറമ്പിൽ രാമകൃഷ്ണൻ MLA മുഖ്യാതിഥിയായിരുന്നു. കളക്ടർ MS ജയ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ NK കുട്ടപ്പൻ, PA ഫ്രാൻസിസ്, KK രാജു തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 25 വർഷമായി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നിർധനരായ രോഗികൾക്ക് സൗജന്യമായി ഭക്ഷണവും വീൽചെയർ, കൃത്രിമ കാൽ തുടങ്ങിയ ഉപകരണങ്ങളും ചികിത്സാ സഹായവും വിതരണം ചെയ്യുന്നുണ്ട്. ഇടവേള. യൂത്തിനറിയാം ബെസ്റ്റ് യൂത്ത്ഫുൾ സർപ്രൈസസ് shades and style latest type fashion lowest price attraction Kalyan Silks Stars Collection
കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. വാർത്തയിലേക്ക്. ജില്ലയിൽ ആനകളിൽ കുളമ്പ് രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പ് ജില്ലാ കുളമ്പ് രോഗ നിയന്ത്രണത്തിന്റെ ഭാഗമായി പഠനം നടത്തുമെന്ന് കുളമ്പ് രോഗ നിയന്ത്രണ സെൽ കോർഡിനേറ്റർ ഡോക്ടർ KS തിലകൻ അറിയിച്ചു. ജില്ലയിൽ കുളമ്പ് രോഗം കണ്ടെത്തിയ ആനകളിൽ നിന്നുള്ള സാമ്പിളുകൾ സ്റ്റേറ്റ് ലബോറട്ടറിയിലേക്ക് പരിശോധനയ്ക്ക് അയച്ചതായി അദ്ദേഹം അറിയിച്ചു. ആനകളിലെ കുളമ്പ് രോഗം സംബന്ധിച്ച് രോഗനിർണയം, വ്യാപനം, പ്രതിരോധം എന്നിവ സംബന്ധിച്ചും പഠനം നടത്തും. ആനകളിലെ കുളമ്പ് രോഗ പഠന പരിപാടിയുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ AR ശശികുമാർ, ജില്ലാ എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ സുനിത കരുണാകരൻ, ഡോക്ടർ PB ഗിരിദാസ് തുടങ്ങിയവർ ചർച്ച നടത്തി. അതേസമയം ആനകളിൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ആന ഉടമസ്ഥർ ഉടൻ തന്നെ മൃഗാശുപത്രികളിൽ അറിയിക്കണമെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. രംഗചേതനയുടെ ആഭിമുഖ്യത്തിൽ കേരളീയ നാടകവേദിയുടെ പൂക്കാലം എന്ന പേരിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കമായി. മൺമറഞ്ഞ നാടകാചാര്യന്മാരായ G. ശങ്കരപിള്ള, സഫ്തർ ഹഷ്മി എന്നിവരെ അനുസ്മരിച്ചാണ് 1 വർഷം നീണ്ടു നിൽക്കുന്ന നാടകാവതരണ പഠന പ്രവർത്തനങ്ങൾക്ക് തൃശൂരിൽ തുടക്കം കുറിച്ചത്. നാടകപ്രവർത്തകൻ പ്രൊഫസർ S. രാമാനുജം ഉദ്ഘാടനം ചെയ്തു. TM എബ്രഹാം, G. ശങ്കരപിള്ള അനുസ്മരണവും കരിവള്ളൂർ മുരളി സഫ്ദർ ഹഷ്മി അനുസ്മരണവും നടത്തി. TM എബ്രഹാം വിവർത്തനം നിർവഹിച്ച മിസ് ജൂലി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഡോക്ടർ CK തോമസ് നിർവഹിച്ചു. ET വർഗീസ്, ഡോക്ടർ ഷിബു S. കൊട്ടാരം, KV ഗണേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് G. ശങ്കരപിള്ളയുടെ സ്നേഹദൂതൻ എന്ന നാടകം രംഗഛേദന പ്രവർത്തകർ അവതരിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച BMSന്റെ നേതൃത്വത്തിലുള്ള ഓട്ടോ തൊഴിലാളികൾ തൃശൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഓട്ടോ ടാക്സി യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക, അനധികൃതമായി സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കുക, നിലവിലെ ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. BMS ജോയിന്റ് സെക്രട്ടറി MK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PK സോമൻ അധ്യക്ഷനായിരുന്നു. K. രാമൻ, ജയൻ കോലഴി, PK വിജയൻ, തോളൂർ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ ഔഷധശാലയുടെ പുതിയ e-കൊമേഴ്സ് വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം കളക്ടർ MS ജയ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യം അധ്യക്ഷയായിരുന്നു. വൈദ്യരത്നം ഡയറക്ടർ അഷ്ടവൈദ്യൻ ET നീലകണ്ഠൻ മൂസ്, കോർപ്പറേറ്റ് ജനറൽ മാനേജർ ഡോക്ടർ M. രാമനുണ്ണി, ഡയറക്ടർ KK വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. www.keralaayurvedamedicinal.com എന്ന വെബ്സൈറ്റിലൂടെ ലോകത്തെവിടെ നിന്നും വൈദ്യരത്നം ഔഷധശാലയുടെ മരുന്നുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കും. തൃശൂർ ജയ്ഹിന്ദ് മാർക്കറ്റിലെ 6ാം പൂൾ തൊഴിലാളികളും ജില്ലാ സഹകരണ ആശുപത്രിയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ സഹകരണ ആശുപത്രി പ്രസിഡന്റ് TK പൊറിഞ്ചു ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി സമിതി തൃശൂർ ഏരിയ സെക്രട്ടറി ജോയ് പ്ലാശ്ശേരി അധ്യക്ഷനായിരുന്നു. KD ബെന്നി, TK ജോയ്, പയസ് കോടങ്കണ്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. 50 നിർധനരായ രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള ധനസഹായം കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ജില്ലാ കമ്മിറ്റി ചെയർമാൻ പയസ് കോടങ്കണ്ടത്ത് TK പൊറിഞ്ചുവിന് കൈമാറി. കുറ്റൂർ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാനെ നിയമിക്കാത്തത് നാട്ടുകാർക്ക് ദുരിതമായി മാറുന്നു. 3 പോസ്റ്റ്മാൻമാരുള്ള കുറ്റൂരിൽ ഒരാൾ സ്ഥാനക്കയറ്റം കിട്ടി പോയതിനു ശേഷം പകരം ആളെ നിയമിക്കാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. ജൂൺ 22 മുതൽ 150 രൂപ ദിവസവേതനത്തിന് ആളെ വെച്ചാണ് പോസ്റ്റൽ ഉരുപ്പടികൾ വിതരണം ചെയ്യുന്നത്. എന്നാൽ സ്ഥിരമായി ആളെ കിട്ടാത്തതിനാൽ തപാൽ വിതരണം കൃത്യമായി നടക്കുന്നില്ലെന്നാണ് പരാതി. പോസ്റ്റൽ സൂപ്രണ്ടിനോട് ആവശ്യമുന്നയിച്ചിട്ടും സ്ഥിരം പോസ്റ്റ്മാനെ നിയമിക്കുന്നില്ലെന്ന് ആക്ഷേപം. ഇതുമൂലം കുന്നത്തുപീടിക, ആട്ടൂർ, കാക്കത്തോട്, കൊട്ടേക്കാട് മേഖലകളിലുള്ള തപാൽ വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. തപാൽ ഉരുപ്പടികൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം ഭാരവാഹികളായ ജോമോൻ കൊള്ളന്നൂർ, സച്ചിൻ കുറ്റൂർ, മാർട്ടിൻ കൊട്ടേക്കാട്, നെഫിൻ K. തോമസ്, സിജോ ജോസ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ജൂഡോ പരിശീലനത്തിലൂടെ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനും സ്വഭാവ ശുദ്ധീകരണത്തിനും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ ജൂഡോ അസോസിയേഷൻ നടപ്പാക്കുന്ന പ്രത്യേക പദ്ധതിക്ക് തുടക്കമായി. ബാഡ് ബോയ്സ് ഗുഡ് ബോയ്സ് 2014 എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം തൃശൂരിൽ ക്രൈംബ്രാഞ്ച് SP PU ഉണ്ണിരാജ നിർവഹിച്ചു. ജില്ലാ ജൂഡോ അസോസിയേഷൻ പ്രസിഡന്റ് K. രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഇഗ്നി മാത്യു, ORC ജില്ലാ കോർഡിനേറ്റർ രജിത്ര, ജോയ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു.
ചൂണ്ടൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷവും കുടുംബസംഗമവും നടത്തി. ക്ലബ്ബ് പ്രസിഡന്റ് ബോബി ഫ്രാൻസിസ് അധ്യക്ഷനായിരുന്നു. ഈ വർഷത്തെ വനിതാരത്നം അവാർഡ് ജേതാവ് ടീന ടിനോയെ ആദരിച്ചു. സെക്രട്ടറി കെ ബാലകൃഷ്ണൻ, ഫ്രാങ്കോ ചിറമൽ, ഫ്രാൻസിസ് പോൾ, KV മധു, സച്ചി സണ്ണി എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. കളക്ടറേറ്റിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ നടന്ന പുതുവർഷാഘോഷ പരിപാടികൾ കളക്ടർ MS ജയ ഉദ്ഘാടനം ചെയ്തു. ADM ഡോക്ടർ PK ജയശ്രീ, ഡെപ്യൂട്ടി കളക്ടർമാരായ EV സുശീല, CV സജൻ, ഫിനാൻസ് ഓഫീസർ KB മനോഹരൻ, ഷെയ്ഖ് അസ്ഗർ ഹുസൈൻ, KG പ്രാൺ സിംഗ്, K സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി പഞ്ചായത്ത് മൃഗാശുപത്രിയിലെ ഡോക്ടർ സുധീഷ് കുമാർ നിരുത്തരവാദപരമായി പെരുമാറുന്നു എന്നാരോപിച്ച് എരുമപ്പെട്ടി കരിയന്നൂർ പ്രദേശത്തെ 50ഓളം ക്ഷീര കർഷകർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് നടത്തി. മൃഗങ്ങളുടെ ചികിത്സാ ആവശ്യങ്ങൾക്ക് അമിത ഫീസ് ഈടാക്കുന്നുവെന്നും അധിക ഫീസ് നൽകാത്തവർ വിളിക്കുമ്പോൾ ഡോക്ടർ എത്തുന്നില്ലെന്നുമാണ് പരാതി. വകുപ്പ് അധികാരികൾക്കും മന്ത്രിക്കും പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് കർഷകർ പറയുന്നു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഓഫീസിലെത്താതിരുന്നതിനെ തുടർന്ന് കളക്ടറെ കണ്ട് വിവരം ധരിപ്പിക്കാനാണ് കർഷകരുടെ തീരുമാനം. സംസ്ഥാന കേരളോത്സവത്തിൽ ഭരതനാട്യത്തിൽ 1ാം സ്ഥാനം അന്നമനട ഗ്രാമപഞ്ചായത്തിലെ ലക്ഷ്മി സുദർശന് ലഭിച്ചു. കുമ്പിടി സ്വദേശിയായ സുദർശന്റെ മകളായ ലക്ഷ്മിക്ക് കുച്ചിപ്പുടിയിൽ A ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. ഈ 2 ഇനത്തിലും ജില്ലയിൽ 1ാം സ്ഥാനം നേടിയാണ് സംസ്ഥാന തലത്തിൽ മത്സരിച്ചത്. വലപ്പാട് കോതകുളം ബീച്ചിൽ പുതുവത്സരാഘോഷത്തിന്റെ മറവിൽ വീടുകൾക്ക് നേരെ ആക്രമണം. 5 വീടുകൾക്ക് നേരെയാണ് സാമൂഹിക വിരുദ്ധർ ആക്രമണം നടത്തിയത്. വീടുകളുടെ ജനൽ ചില്ലുകൾ തകർന്നു. ചൊവ്വാഴ്ച രാത്രി 11:30യോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കം. ആയുർവേദ ആശുപത്രിക്ക് കിഴക്ക് മഞ്ഞളി ഔസേപ്പിന്റെ വീടിന് നേരെയാണ് ആദ്യ ആക്രമണം നടന്നത്. ഇതിന് പിന്നാലെ ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെ ആയുർവേദ ആശുപത്രിക്ക് തെക്ക് ഇരിങ്ങാത്തുരുത്തി മനോജ്, ഇരിങ്ങാത്തുരുത്തി ബാബു എന്നിവരുടെ വീടുകളും ആക്രമിക്കപ്പെട്ടു. മിനിറ്റുകൾക്കുള്ളിൽ ബീച്ച് റോഡിൽ കൊട്ടുക്കൽ റിപ്സൺ, കരിപ്പാടത്ത് ജ്ഞാനശ്രീ മിത്രൻ എന്നിവരുടെ വീടുകൾക്ക് നേരെയും സാമൂഹിക വിരുദ്ധർ ആക്രമണം നടത്തി. കാണിപ്പയ്യൂരിൽ ടിപ്പർ ലോറിയും കാറും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ സ്വദേശികളായ 3 പുരയ്ക്കൽ നാണു, ഭാര്യ ശാരദ, രാജൻ, പ്രകാശൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമൃത ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ കാണിപ്പയ്യൂരിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു. പുതുവത്സരാഘോഷത്തിനിടയിൽ എറിയാട് വീടുകൾക്ക് നേരെ ആക്രമണം. എറിയാട് ചേരമാൻ പടിഞ്ഞാറ് വശമാണ് 3 വീടുകൾക്ക് നേരെ ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ ആക്രമണമുണ്ടായത്. പരാശ്ശേരി ശശിയുടെ വീടിന്റെ ജനൽ ചില്ലുകൾ കല്ലെറിഞ്ഞ് തകർത്ത അക്രമികൾ സമീപത്തുള്ള കൈമാപ്പറമ്പിൽ വിശ്വാമിത്രൻ, ഹനീഫ എന്നിവരുടെ വീടുകളിലെ ചെടിച്ചട്ടികൾ നശിപ്പിച്ചു. ഈ പ്രദേശത്തെ പൊതു ടാപ്പും നശിപ്പിച്ചിട്ടുണ്ട്. അക്രമം നടന്ന വീട്ടുടമ ശശിയും വിശ്വാമിത്രനും CPM പ്രവർത്തകരും ഹനീഫ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകനുമാണ്. വിപണി നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് 10,550 രൂപ, കൊപ്ര ക്വിന്റലിന് 7,315 രൂപ, കുരുമുളക് ക്വിന്റലിന് 50,500 രൂപ. അടയ്ക്ക തൃശൂർ പഴയത് 2,700 3,300, പുതിയത് 2,200 2,700, കേച്ചേരി പഴയത് 2,850 3,351, പുതിയത് 2,381 2,731, അമല പഴയത് 2,700 3,300, പുതിയത് 2,300 2,600, പഴഞ്ഞി പഴയത് 3,381, പുതിയത് 2,900 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പാചകവാതക വിലവർദ്ധനവിൽ വ്യാപക പ്രതിഷേധം. പുതുവർഷ ദിനത്തിൽ ഉപഭോക്താക്കൾക്ക് ഇരുട്ടടി. വിലവർദ്ധനയ്ക്കെതിരെ തൃശൂരിൽ പ്രതിഷേധ പ്രകടനം. ഓടുന്ന ട്രെയിനിൽ ചാടിക്കയറുന്നതിനിടെ കാൽ വഴുതി വീണ റെയിൽവേ ജീവനക്കാരൻ മരിച്ചു. ചാലക്കുടി നാലുകെട്ട് സ്വദേശി ശിവദാസനാണ് മരിച്ചത്. ചാലക്കുടിയിലുള്ള ബന്ധുവീട്ടിലേക്ക് ഭാര്യയോടൊപ്പം പോകുമ്പോഴായിരുന്നു അപകടം. ഊട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ പിഞ്ചു കുഞ്ഞ് മരിച്ചു. കാഞ്ഞിരശ്ശേരി മഞ്ജുനാഥന്റെ മകൻ പ്രണവാണ് മരിച്ചത്. സംഭവത്തെക്കുറിച്ച് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. കൊരട്ടി കോന്നൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ദുരൂഹ സാഹചര്യത്തിൽ വെട്ടേറ്റ് മരിച്ചു. കൊരട്ടി സ്വദേശി ആൻഡ്രൂസാണ് വെട്ടേറ്റ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ കസ്റ്റഡിയിൽ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോസ്കോ ജുവല്ലർ